ഹലോ, അമ്മ എപ്പോഴാണ് വരുന്നത്? ആ മക്കളൊന്ന് നേരത്തെ വന്നാ? ആ വന്നിന്ന് വൈകുന്നേരം ട്യൂഷനിലൊന്ന് മീൻ ചേച്ചി രാവിലെ പറഞ്ഞു. പിന്നെ സ്കൂൾ ഉച്ചവരെ ഉള്ളായിരുന്നു. ഞാൻ അവിടെ കഴിക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മക്കൾ അതൊക്കെ എടുത്ത് കഴിച്ചിട്ട് പഠിക്കാനുള്ളതൊക്കെ പഠിച്ചിട്ടിരി. അപ്പോഴത്തേക്ക് അച്ഛൻ അങ്ങ് എത്തും. അമ്മ എപ്പോഴാണ് വരണേ? മക്കളെ എൻ്റെ ജോലി 5 മണി കഴിയും. പിന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യണ ഉഷയില്ലേ, അവളെ മോള് പ്രായമായി. അപ്പോൾ ആ കൊച്ചിനെ പോയി ഞാൻ ഒന്ന് കണ്ടിട്ടേ വരുള്ളൂ. എന്തായാലും ഞാൻ വരുമ്പോഴത്തേക്ക് 7 മണി കഴിയും. മോക്കറിയാലോ അവളുടെ സ്ഥിതിയൊക്കെ. പിന്നെ അതിനും എല്ലാം കൊണ്ടുവരണം, എന്തെങ്കിലും സാധനം ഒന്ന് കൊണ്ടുപോയി കൊടുക്കണം. പിന്നെ മക്കളെ അച്ഛൻ 5-5:30 ആകുമ്പോഴത്തേക്ക് വരുമല്ലോ. പിന്നെ അതിന് പേടിക്കുന്നത്? അച്ഛൻ അമ്മ ആ കൊച്ചിൻ്റെ വീട്ടിൽ പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകും, നമുക്ക് ഒരുമിച്ചാവാം. ഞാൻ വീട്ടിൽ വന്നിട്ട് പോവുകയാണെങ്കിൽ അത് ഒരുപാട് സമയം എടുക്കൂലേ കളെ. ഇതാകുമ്പോഴത്തേക്ക് ഇതുവഴി വരണ വഴിയിലാണല്ലോ വീട്. അല്ലെങ്കിൽ പിന്നെ അങ്ങ് തിരിച്ച് വന്നിട്ട് വരുമ്പോഴത്തേക്ക് കുറേ സമയം എടുക്കും. മകൾ പേടിക്കണ്ട, ഞാൻ അച്ഛനെ വിളിച്ച് എന്തായാലും പറയാം. നേരത്തെ എത്താൻ പറയാമേ. കൊള്ളാം. നീ ഇതുവരെ യൂണിഫോം പോലും മാറിയില്ലേ? നീ ഉച്ചയ്ക്കും കണ്ട് വന്നതല്ലേ? ഇത്ര നേരമായിട്ട് ഇത് തന്നെ ഇട്ടോണ്ടിരിക്കണ? ഇത്ര പറഞ്ഞാലും കേൾക്കൂല. അല്ല, നീ എന്തെങ്കിലും വിയർത്തൊക്കെ ഇരിക്കണത്? നല്ലോണം പേടിച്ചല്ലോ, എന്തുപറ്റി? അത് ആരെന്ന് അറിയാൻ വയ്യാത്തോണ്ട്. നിന്നോടെ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ അല്ലാത്ത സമയത്ത് നീ ഇവിടെ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ ആരെങ്കിലും വരണമെങ്കിൽ ആ കർട്ടൻ വഴി നോക്കണമെന്ന്? അത് ഞാൻ മറന്നുപോയി. നല്ല ആളിൻ്റെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞത്. അല്ല, അമ്മ ലേറ്റായിട്ട് വരണോന്ന് പറഞ്ഞിട്ട്? മോള് വരണമെന്ന് ആഗ്രഹം പറഞ്ഞല്ലേ? പോയി റെഡി ആയിട്ട് വാ, നമുക്ക് പോയിട്ട് വരാം. മോളെവിടെ? അവൾ ഉറങ്ങി. ഇത്ര നേരത്തെയാ? അവളെ വിളി, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ചേട്ടൻ എന്തോന്ന് ഏട്ടാ ഈ പറയണത്? മണി 11 കഴിഞ്ഞില്ലേ? ചേട്ടൻ കൈ കഴുകിയിട്ടിരിക്കുക. അവള് നേരത്തെ കഴിച്ചതാണ്, ഞാൻ കഴിക്കാൻ എടുത്ത് വയ്ക്കാം. വേണ്ടടി, ഞാൻ കഴിച്ചതാ. നീ കഴിച്ചിട്ട് വന്ന് കിട. കൂടുതൽ ബഹളം വയ്ക്കാനോ സംസാരിക്കാനോ ഒന്നും നിൽക്കണ്ട. കാര്യം എന്താണെന്ന് എനിക്കും നിനക്ക് നന്നായിട്ട് അറിയാം. നിന്റെ ഭാര്യ പോക്സോ നിയമപ്രകാരം ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഇരിക്കണമെന്ന് കരുതിയിട്ട് നിനക്ക് ഈ ഡോറും അടച്ചിട്ട് പുറത്തോട്ട് ചാടാനുള്ള പരിപാടിയാണെങ്കിൽ ഫുൾ ടീം വെളിയിൽ നിൽപ്പുണ്ട്. നോക്കണ്ട, എനിക്ക് നിന്നെ ഇതിലപ്പുറം ചെയ്യായിരുന്നു. പക്ഷേ എൻ്റെ മോൾ ഒറ്റയ്ക്കായിപ്പോവും. നിന്നെപ്പോലെ ഒരുത്തനെ വെറുതെ വിട്ട ഈ സമൂഹത്തിന് ഞാൻ ആപത്താണ്. പിന്നെ ഞാൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞെന്നായിരിക്കും നീ ചിന്തിക്കുന്നത്? സ്വന്തം മോളെ മനസ്സിലാക്കാനേ അവളെ കണ്ണിലോട്ടൊന്ന് നോക്കിയാൽ മതി. അച്ഛൻ പക്ഷേ പിന്നെ മോളൊന്നും ഇവിടെ നിൽക്കട്ടെ ഏട്ടാ. അവർ തമ്മിൽ ഭയങ്കര കൂട്ടല്ലേ. ഞാൻ നാളെ രാവിലെ ഒന്ന് വിളിച്ചോളാം. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? സാറേ, എൻ്റെ പെണ്ണെ പോലൊരു വൃത്തിയായിട്ടവനെ അച്ഛാന്ന് വിളിക്കേണ്ടി വന്നു. എൻ്റെ കൊച്ചിൻ്റെ ഗതികോടോടത്ത് എനിക്കിപ്പോൾ അറപ്പും വെറുപ്പും തോന്നാണ്. അച്ഛൻ എന്താ വാക്കിൻ്റെ മാഹാത്മ്യം പോലെ അറിഞ്ഞൂടാത്ത വൃത്തികെട്ടവായി.
നിന്നെപ്പോലെ ഉള്ളവന്മാർ കാരണം ഒരുപാട് അച്ഛന്മാരിന്ന് വേദനിക്കുന്നുണ്ട്. ഇനി എൻ്റെ കൊച്ചിൻ്റെ നിഴൽവട്ടത്ത് പോലും നിന്നെ കണ്ടുപോകരുത്. സാറേ അവനെ കൊണ്ടുപോ, ഇല്ലെങ്കിൽ എൻ്റെ സമനില ചിലപ്പോൾ തെറ്റും. അപ്പോൾ ഇങ്ങനെ പോയാലോ?